പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കനക്കുമ്പോൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിക്ക് മുൻ ഇറാഖി സ്വേച്ഛാധിപതി സദാം ഹുസൈൻ്റേതിന് സമാനമായ വിധി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് കേവലമൊരു പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് ഇറാനെതിരായ ഇസ്രയേലിൻ്റെ ശക്തമായ താക്കീതായിരുന്നു. ജൂൺ 17-ന് ഇസ്രയേലി സൈനിക സുരക്ഷാ സേനാ കമാൻഡർമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇസ്രയേൽ കാറ്റ്സ് ഈ പരാമർശം നടത്തിയത്. ഇറാന്റെ സ്വേച്ഛാധിപതി യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നത് തുടരുന്നതും ഇസ്രയേലിലെ സാധാരണക്കാർക്ക് നേരെ മിസൈലുകൾ വർഷിക്കുന്നതും എതിരെ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രയേലിനെതിരെ ഇതേ പാത സ്വീകരിച്ച അയൽരാജ്യത്തെ സ്വേച്ഛാധിപതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം ഓർക്കണം, കാറ്റ്സ് കൂട്ടിച്ചേർത്തു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെയാണ് കാറ്റ്സിന്റെ ഈ അഭിപ്രായ പ്രകടനം. കഴിഞ്ഞ ഏതാനും ദിവസമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പരസ്പരം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തി വരികയാണ്. ഏകദേശം 3 പതിറ്റാണ്ടോളം ഇറാഖിനെ ഉരുക്കുമുഷ്ടിയാൽ ഭരിച്ച സദാം ഹുസൈൻ US സൈന്യത്താൽ പിടികൂടപ്പെട്ടതിന് ശേഷം 2006-ൽ വധിക്കപ്പെടുകയായിരുന്നു. ആരായിരുന്നു സദാം ഹുസൈൻ? എന്തുകൊണ്ടാണ് അമേരിക്ക അദ്ദേഹത്തിന് പിന്നാലെ പോയത്? അറിയാം വിശദമായി തന്നെ. സദാം ഹുസൈൻ്റെ ഭരണകാലം ആഡംബരങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ഒരു സമ്മിശ്രണമായിരുന്നു. ഒരു വശത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷയും സൗജന്യ വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങളും നൽകി ജനപിന്തുണ നേടാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ, മറുവശത്ത് തൻ്റെ അധികാരമുറപ്പിക്കാൻ എതിരാളികളെ ക്രൂരമായി അടിച്ചമർത്തി. ഇറാൻ യുദ്ധം, കുവൈറ്റ് അധിനിവേശം, ഹലബ്ജയിലെ രാസായുധ ആക്രമണം തുടങ്ങിയ നിരവധി ക്രൂരകൃത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അരങ്ങേറി. സദാമിൻ്റെ ക്രൂരമായ ഭരണവും അന്താരാഷ്ട്ര നിയമലംഘനങ്ങളും അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു. 1991-ൽ കുവൈറ്റ് അധിനിവേശത്തെ തുടർന്നുണ്ടായ ഗൾഫ് യുദ്ധത്തിൽ US നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഇറാഖിനെതിരെ ആക്രമണം നടത്തി. പിന്നീട് 2003 മാർച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഇറാഖിന് വൻ നശീകരണ ആയുധങ്ങൾ, അതായത് WMD ഉണ്ടെന്നും അൽ-ഖ്വയ്ദയുമായി ബന്ധമുണ്ടെന്നും ആരോപിച്ച് ഇറാഖിനെതിരെ സമ്പൂർണ്ണ സൈനിക ആക്രമണം ആരംഭിച്ചു. ഈ വാദങ്ങൾ പിന്നീട് തെളിയിക്കപ്പെടാതെ പോയെങ്കിലും സദാം ഹുസൈൻ്റെ ഭരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം.